മഴ തുടങ്ങിയപ്പോൾ ഡെങ്കിപ്പനിയും വിരഹിക്കാൻ തുടങ്ങി. ഒരുപാട് പേർക്കുള്ള ഒരുപാട് സംശയങ്ങളാണ് ഡെങ്കിപ്പനിയെക്കുറിച്ച്. ഒന്ന്, എന്താണ് ഡെങ്കിപ്പനി? തീർച്ചയായും ഡെങ്കിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കു വൈറസ് പരത്തുന്ന ഒരു വൈറൽ രോഗമാണ്. ഇതെങ്ങനെയാണ് പകരുന്നത്? ഈ ഒരു വൈറസിനെ ക്യാരി ചെയ്യുന്ന ഈഡസ് മോസ്കിറ്റോ വഴി മാത്രമേ ഇത് പകരുള്ളൂ. അടുത്തൊരു ചോദ്യം പലരും ചോദിക്കുന്നതാണ്, ഈ കൊതുക് ഏത് സമയത്ത് കുത്തിയാലാണ് ഇത് പകരുക എന്നുള്ളത്. തീർച്ചയായും ഈഡിസ് മോസ്കിറ്റോ കൊതുക് രാവിലത്തെ ഏർലി സമയയിലും വൈകുന്നേരങ്ങളിലും കടിക്കുമ്പോഴാണ് ഇത് കൂടുതൽ പകരാൻ സാധ്യതയുള്ളത്. ഡെങ്കിപ്പനി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും പെട്ടെന്ന് തുടങ്ങുന്ന ഒരു ശക്തമായിട്ടുള്ള പനി, നല്ല ശക്തമായിട്ടുള്ളൊരു തലവേദന ചിലർക്കൊക്കെ ഉണ്ടാവും, കണ്ണിൻ്റെ ബാക്കിൽ വേദന, പേശികളിൽ വേദന, ജോയിൻസിൽ വേദന, ഇതുപോലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കാറുള്ളത്. പിന്നെ ചിലർക്ക് റാഷുകൾ, ചില ചുണങ്ങുകൾ പോലെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥ. ഡെങ്കിപ്പനിക്ക് പ്രത്യേകിച്ച് ചികിത്സ വേണോ? തീർച്ചയായിട്ടും ഇപ്പം അതിനൊരു ആൻറ്റിവൈറൽ മെഡിസിനൊന്നും അധികം കൊടുത്തു വരുന്നില്ല. മറിച്ച് ഡെങ്കിപ്പനിക്ക് വേണ്ടത് നല്ല റെസ്റ്റ് വേണം, നന്നായിട്ട് ജലാംശം ഉള്ളിലെത്തണം, പിന്നെ സിംറ്റമാറ്റിക്കലായിട്ട് ചിലപ്പോൾ പനിയൊക്കെ ഉണ്ടെങ്കിൽ പാരസിറ്റമോളോ അങ്ങനത്തെ ഒക്കെ കഴിച്ചിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ വൈറ്റമിൻസോ അങ്ങനത്തതൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്ക് അത് കൊടുക്കും. ഡെങ്കിപ്പനി അപകടകാരിയാണോ? ഭൂരിഭാഗം ഡെങ്കിപ്പനിയും അപകടകാരി അല്ലെങ്കിലും ചില അപൂർവം കേസിൽ ഇതിൽ കൗണ്ടൊക്കെ കുറഞ്ഞ പറ്റ് ഡെങ്കി ഹിമറാജിക് ഫീവർ എന്ന് പറഞ്ഞൊരവസ്ഥയ്ക്ക് പോകും. അത് കുറച്ച് അപകടമാണ്. പിന്നെ ഡെങ്കി ഷോക്ക് സിൻഡ്രോം, ഇതും അപകടകാരിയാണ്.